നമസ്കാരം. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു താഴെ സ്ത്രീ വിരുദ്ധ കമന്റ് ഇട്ടവർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടി ഹണി റോസ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഹണി റോസ്. മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കുകയാണ് പതിവെന്നും, എന്നാൽ ഇനി തന്നെ അപമാനിക്കുന്നവർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നുമാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത്. ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയതും. ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോതകമായ, അതായത് സെക്ഷലി കൊളേഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിനെനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെയായിരുന്നു ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. ഏത് വ്യക്തിയെയാണ് ഹണി റോസ് ഉദ്ദേശിച്ചതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. അത് ബോച്ചയായിരിക്കണം. കാരണം ഹണി റോസ് പങ്കെടുത്ത തൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ബോച്ചെ ദ്വയാർത്ഥത്തോടെ സംസാരിച്ചിരുന്നു. ഇതിനെതിരെ അന്ന് സമ്മിശ്ര പ്രതികരണമാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുയർന്നത്. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും, ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത് കാരണം മനഃപൂർവ്വം തൻ്റെ പേര് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമൻറ്റുകൾ പറയുകയും ചെയ്യുകയാണെന്നാണ് ബോച്ചയുടെ പേര് പറയാതെ എന്നാൽ കേൾക്കുന്നവർക്ക് തിരിച്ചറിയത്തക്ക രീതിയിൽ ഹണി റോസ് പറഞ്ഞത്. ഏത് പൊതുവേദിയിലും ദ്വയാർത്ഥത്തോടെ ബോച്ചെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. സ്ത്രീത്വമോ പുരുഷത്വമോ എന്നുള്ളതല്ല, മറിച്ച് ഏതൊരു വ്യക്തിയോട് പൊതുവേദിയിൽ വെച്ചോ അല്ലാതെയോ അയാളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പദപ്രയോഗങ്ങളെ ആസ്വദിക്കുന്നവരുണ്ടാകാം. അത് അവരുടെ മാനസിക നിലയുടെ കുഴപ്പം. അങ്ങനെയേ കരുതാൻ കഴിയൂ. ബോച്ചെ പറയുന്നത് മറ്റൊരു സാധാരണ വ്യക്തിയാണ് പറഞ്ഞിരുന്നതെങ്കിലോ തീർച്ചയായും അയാളെ തല്ലിച്ചതച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പരമാവധി അപമാനിച്ച ശേഷം പോലീസിനെ ഏൽപ്പിക്കുമായിരുന്നു. കേൾവിക്കാർ മാത്രമല്ല, അപമാനം നേരിടുന്ന വ്യക്തിയും ബോച്ചയെ പോലെ ഒരു സമ്പന്നനായ വ്യവസായി പറയുന്നത് കൊണ്ട് മാത്രം കേട്ടുനിൽക്കും. കേട്ടുകൊണ്ട് നിൽക്കുന്നവരോ അപമാനം നേരിടുന്നവരോ ആരെങ്കിലും ഒരാൾ ആദ്യം തന്നെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും ഇത് ആവർത്തിക്കുമായിരുന്നില്ല. എന്തായാലും ഹണി റോസ് പരാതി നൽകിയ സ്ഥിതിക്ക് ഇനി ബോച്ചയുടെ നിലപാട് എന്താണെന്നാണ് കണ്ടറിയേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.